ഹലോ ഗൈസ്, വെൽക്കം ടു എക്സ്പ്ലോറേഴ്സ് ഡയറി. ഇറ്റ്സ് മീ റൻസി. അപ്പോൾ ഞാനിപ്പം വന്നേക്കുന്ന ട്രാവൽ വ്ളോഗുമായിട്ടല്ല, മറിച്ച് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എങ്ങനെ കാരമൽ പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റും. സാധാരണ നമ്മൾ തിയേറ്റേഴ്സിലൊക്കെ ആയിരുന്നു നമ്മൾ ഇത് വാങ്ങിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. ഇപ്പം സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ജോയിൻ വിത്ത് us. ആദ്യമേ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കടായി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ പോപ്കോൺ ആഡ് ചെയ്യണം. എന്നിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് എല്ലാ സീഡ്സിൽ നല്ലപോലെ മിക്സ് ചെയ്ത് പരത്തി കൊടുക്കണം. എങ്കിൽ മാത്രമേ എല്ലാ സീഡ്സ് ചൂട് തട്ടിയിട്ട് സീഡ്സ് എല്ലാം പൊട്ടി വരുള്ളൂ. ഇനി കടായി മൂടി വെക്കുക. 1 മിനിറ്റ് മതി എല്ലാ സീഡ്സ് പൊട്ടി വരാൻ. എന്നിട്ട് അവസാനത്തെ സീഡ്സ് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ കാരമലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1/4 കപ്പ് പഞ്ചസാര കടായി ഇട്ടതിന് ശേഷം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ബട്ടർ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഉപ്പും ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി മുമ്പ് ഉണ്ടാക്കി വെച്ചിരുന്ന പോപ്കോൺ നമുക്ക് ആഡ് ചെയ്തിട്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരമൽ ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും. സ്പൂൺ കൊണ്ട് പോപ്കോൺ പ്ലേറ്റിലോട്ട് മാറ്റുക. എന്നിട്ട് 10 മിനിറ്റ് ആറാൻ വെക്കുക. ആറിയതിന് ശേഷം ഇതുപോലെ ഓരോന്നായി നമ്മൾ പൊട്ടിച്ചു കൊടുക്കണം. നമ്മുടെ കാരമൽ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻജോയ്.